ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാലഹരണപ്പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ഒരു ടെക്നോളജി ഇപ്പോഴും അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് LTO ടാപ്പ് എന്ന് അതിന് പറയാം. ഇത് നമ്മുടെ ഡാറ്റ ബാക്കപ്പ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാപ്പുകളാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഇതിലിപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ പഴയ VHS കാസറ്റിൽ, അതുപോലെ ഓഡിയോ കാസറ്റിലൊക്കെ യൂസ് ചെയ്തിരുന്ന ടാപ്പില്ലേ, മാഗ്നറ്റിക് ടാപ്പ്, അതാണ് ഇതിൻ്റെ ബേസ്. പക്ഷേ എക്സാക്ട്ലി ആ സാധനമല്ല, ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. കണ്ടില്ലേ, ഇത് LTO 6 പറഞ്ഞൊരു മോഡലാണ്. 6.25 TB. ഇത് ജസ്റ്റ് ഈ കാസറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ സേവ് ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയാനില്ല, ഡാറ്റ സേവ് ചെയ്ത് വെക്കാം. ഇത് പഴയ മോഡലാണ്. ഇതിൻ്റെ LTO 8, LTO 10 ഒക്കെ 18 TB മുതൽ 36 TB വരെ നമുക്ക് സേവ് ചെയ്യാം ഡാറ്റ. പിന്നെ നമ്മളെ പഴയ കാസറ്റുകൾ പോലെ പൂപ്പൽ വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 10 മുതൽ 20 വർഷം വരെ ഇതിങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ ഈ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡസ്ട്രികൾ ഉണ്ടാവില്ല, ബാങ്കിങ്, അതുപോലെ ഫൈനാൻഷ്യൽ, പിന്നെ അതുപോലെ മെഡിക്കൽ ഡാറ്റ, അങ്ങനത്തെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ആ ടൈപ്പിൻ്റെ ടെക്നോളജി അല്ല, ഇത് ലീനിയറായിട്ടാണ് റൈറ്റ് ചെയ്യുക. ലീനിയറായിട്ട് അത് റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ VCR VCP എല്ലാം നിങ്ങൾ ഊരി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് കണ്ടില്ലേ, ഇതിങ്ങനെ കുറച്ചൊരു ചെറിയ ഡയമെൻഷനിൽ ചെരിഞ്ഞിട്ട് ഡയഗണലിലാണ് ശരിക്ക് റൈറ്റ് ചെയ്യുന്നതിൽ. ഇതങ്ങനെയല്ല, അത് ലീനിയറാണ്. അതായത് ഇത് ഫുള്ള് ഒരു റൗണ്ട് ഫുള്ള് ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻഡിലെത്തി കഴിഞ്ഞാൽ തിരിച്ചടുത്ത ട്രാക്ക് ലീനിയറായിട്ട് തിരിച്ചിങ്ങോട്ട് റൈറ്റ് ചെയ്യും, പിന്നെ അത് ഇങ്ങോട്ട് റൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന് ഇത്രയും ഡാറ്റ ഡെൻസിറ്റി ഉണ്ടാവുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാനൊരു വീഡിയോ ഇടാം. ഓക്കെ, ബൈ.